നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വർണം കുതിപ്പ് തുടരുന്നു. വില 1.5 ലക്ഷത്തിലേക്ക് എത്തുമെന്ന് റിപ്പോർട്ട്. ആഗോള താരിഫുകൾ വളർന്നുവരുന്ന വിപണികൾക്ക് വെല്ലുവിളി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ വേറിട്ടു നിൽക്കുന്നുവെന്നും IMF. വ്യാപാര ഊർജ്ജ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ബ്രസീലും. ഹർദീപ് സിംഗ് പുരി ബ്രസീൽ വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. US ചൈന സംഘർഷം ആഗോള സാമ്പത്തിക വളർച്ചയ്ക്ക് അപകടമെന്ന് IMF. ഏഷ്യ പസഫിക് മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തമെന്നും റിപ്പോർട്ട്. ടാറ്റ ടെക്നോളജീസിന്റെ അറ്റാദായം 5% വർദ്ധിച്ച് 166 കോടിയായി. രണ്ടാം പാദ വരുമാനം 2% വർദ്ധിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 484 പോയിന്റ് ഉയർന്ന് 83,952-ലും നിഫ്റ്റി 124 പോയിന്റ് ഉയർന്ന് 25,709-ലും ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ജമാൽ ചേരുന്നു. ജാസ്മിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ പെർഫോമൻസ് പരിശോധിക്കുന്ന സമയത്ത് 25,500 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലെവൽ മറികടന്നുകൊണ്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും 25,781 എന്നുള്ള ഒരു ഹൈ ആണ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു നിഫ്റ്റി 1 ഇയർ ഹൈ ആണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിലൊക്കെ തന്നെ റെക്കോർഡ് മുന്നേറ്റം നടന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നത്തേത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടരെ റെക്കോർഡ് മുന്നേറ്റം അല്ലെങ്കിൽ ഒരു സർവകാല ഉയരം തിരുത്തി കുറിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് കണ്ടത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓപ്പൺ ചെയ്ത ലെവൽ പരിശോധിക്കുമ്പോൾ 57,300 മറികടന്നുകൊണ്ടായിരുന്നു. അവിടെ നിന്നും 57,830 എന്നുള്ള ഒരു സർവകാല ഉയരം ആണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഗെയിൻ സെൻസെക്സിലേക്ക് വരുന്ന സമയത്തും ഒരു 52 വീക്ക് ഹൈ ആണ് കണ്ടത്. ക്ലോസിംഗിന്റെ ബേസിസിലേക്ക് വരുന്ന സമയത്ത് 0.5% നിഫ്റ്റി ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസിംഗ് എടുത്തിരിക്കുന്നു. ഈ ആഴ്ചയിലെ ഒരു അവസാനത്തെ ട്രേഡിംഗ് ദിവസം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് അവസാനിപ്പിക്കുന്നത് 0.5% തന്നെ മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ്. സമാനമായിട്ട് ഏതാണ്ട് ഒരു 500-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റമായിരുന്നു സെൻസെക്സിലും കാണാൻ കഴിഞ്ഞത്. പ്രധാനപ്പെട്ട സൂചികകളിലൊക്കെ തന്നെ ആ ഒരു മുന്നേറ്റം നമുക്ക് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി FMCGയും അതിനപ്പുറത്തേക്ക് ഹെൽത്ത് കെയർ ഫാർമ മേഖലകളുമാണ് ഇന്നൊരു മുന്നേറ്റം കൂടുതൽ രേഖപ്പെടുത്തിയത്. എഗെയിൻ ഇനി PSU ബാങ്ക് ഇൻഡെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 0.5% ഒരു പ്രോഫിറ്റ് ടേക്കിംഗിലേക്ക് കടന്നിരിക്കുകയാണ്. IT ഇൻഡെക്സ് ആണ് ഇന്ന് തുടക്കം മുതൽ 1.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ടോപ്പ് ക്ലോസർ പട്ടിക പരിശോധിക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ തുടക്കം മുതൽ തന്നെ പ്രധാനപ്പെട്ട IT ഓഹരികൾ അല്ലെങ്കിൽ IT കമ്പനികളുടെ സ്റ്റോക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്ന് നമുക്ക് മാർക്കറ്റിൽ IT സെഗ്മെന്റിൽ വിസിബിൾ ആയത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ജാസ്മിൻ ജമാലാണ് ബിസിനസ് ഡെസ്കിൽ നിന്നും. മറ്റ് വാർത്തകൾ നോക്കാം. സ്വർണം കുതിപ്പ് തുടരുകയാണ്. 2026 ദീപാവലിയോടെ വില 1.5 ലക്ഷം കടക്കുമെന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസ് റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്ത മാസങ്ങളിൽ സ്വർണ്ണവിലയിൽ വൻ വർധനവ് പ്രതീക്ഷിക്കാമെന്ന് ആക്സിസ് സെക്യൂരിറ്റീസ് പുറത്തിറക്കിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് അനുസരിച്ച് നിക്ഷേപകർ വില താഴുന്ന സമയങ്ങളിൽ സ്വർണം വാങ്ങാൻ തയ്യാറാകണമെന്ന് ആക്സിസ് ഉപദേശിക്കുന്നു. 10 ഗ്രാമിന് 1.05 ലക്ഷം മുതൽ 1.15 ലക്ഷം രൂപ വരെയുള്ള നിരക്കിൽ സ്വർണം ശേഖരിക്കുന്നത് ദീർഘകാല ലാഭത്തിന് സഹായകരമാകും. അടുത്ത ദീപാവലിയോടെ സ്വർണ്ണവില 1.45 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ഉയരാമെന്നാണ് കമ്പനി പ്രവചനം. US പലിശ നിരക്ക് താഴാൻ തുടങ്ങിയതും കേന്ദ്ര ബാങ്കുകളുടെ വൻ സ്വർണ്ണ വാങ്ങലും ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളും സ്വർണത്തിന് കൂടുതൽ വിലമതിപ്പ് നൽകുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിന് വീണ്ടും വൻ ആവശ്യകതയുണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ ആക്സിസ് സെക്യൂരിറ്റീസ് വിലയിരുത്തുന്നു. സ്വർണത്തിൽ നേരിട്ട് നിക്ഷേപിക്കാനില്ലാത്തവർക്ക് ഗോൾഡ് ETF-കൾ അല്ലെങ്കിൽ സർക്കാർ സ്വർണ്ണ ബോണ്ട് മികച്ച മാർഗമാണെന്ന് ആക്സിസ് നിർദ്ദേശിക്കുന്നു. ശക്തമായ സെൻട്രൽ ബാങ്ക് ഡിമാൻഡ്, ETF-കളുടെ നിക്ഷേപം, പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾ എന്നിവയാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ പ്രവണതകൾ തുടർന്നാൽ 2026 സ്വർണത്തിന് കൂടുതൽ ഉയർച്ച കാണാൻ കഴിയും.
ഇന്ത്യൻ കുടുംബങ്ങളിൽ ഇപ്പോൾ $3 ട്രില്യൺ മൂല്യമുള്ള സ്വകാര്യ സ്വർണ്ണ സംഭരണമുണ്ടെന്നും റിപ്പോർട്ട് ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള താരിഫുകൾ വളർന്നുവരുന്ന വിപണികൾക്ക് വെല്ലുവിളി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ വേറിട്ട് നിൽക്കുന്നുവെന്നും IMF. അമേരിക്ക പോലുള്ള പ്രധാന സമ്പദ് വ്യവസ്ഥകൾ താരിഫുകൾ നടപ്പിലാക്കുന്നത് ആഗോള വ്യാപാരത്തെ ബാധിക്കും. ഇന്ത്യ പോലുള്ള വളർന്നുവരുന്ന വിപണികളിൽ വളർച്ച മന്ദഗതിയിലാകുമെന്നും അന്താരാഷ്ട്ര നാണയനിധി മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റീല ജോർജിവ മുന്നറിയിപ്പ് നൽകി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ വേറിട്ടു നിൽക്കുന്നു. ഇന്ത്യയുടെ സ്ഥിരമായ പരീക്ഷണ ശ്രമങ്ങൾ മൂലം ആഗോള വളർച്ചയ്ക്ക് പ്രധാന സംഭാവന നൽകുന്നത് തുടരുകയാണെന്നും ജോർജിവ പറഞ്ഞു. ഇന്ത്യ ഇന്ന് ഈ നിലയിലെത്തിയത് വളരെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ പിന്തുടർന്നതുകൊണ്ടാണ്. നികുതി പരിഷ്കരണം, അടിസ്ഥാന സൗകര്യങ്ങളിലെ നിക്ഷേപം, ഡിജിറ്റൽ ഭൗതിക മേഖലകൾ, രാജ്യത്തുടനീളമുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ എന്നിവ ഇന്ത്യയുടെ വളർച്ചാ സാധ്യതയെ വർദ്ധിപ്പിച്ചതായി ജോർജിവ പറഞ്ഞു. ചില വലിയ സമ്പദ് വ്യവസ്ഥകൾ സംരക്ഷണവാദ നടപടികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും മിക്ക രാജ്യങ്ങളും തുറന്നതും നീതിയുക്തവുമായ വ്യാപാരത്തെ പിന്തുണയ്ക്കുന്നത് തുടരുകയാണെന്ന് ജോർജിവ പറഞ്ഞു. സുസ്ഥിരമായ ആഗോള പുരോഗതിക്ക് തുറന്ന വ്യാപാരം അത്യന്താപേക്ഷിതമാണെന്നും അവർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യാപാര ഊർജ്ജ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ബ്രസീലും. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ബ്രസീൽ വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ബ്രസീലിൽ വൈസ് പ്രസിഡന്റ് ജെറാൾഡോ ആൽക്മിനുമായി ചർച്ച നടത്തി. ഹൈഡ്രോ കാർബണുകളിലെ ശക്തമായ ഉഭയകക്ഷി വ്യാപാരം, പെട്രോബ്രാസുമായുള്ള ദീർഘകാല ക്രൂഡ് ഓയിൽ വിതരണ കരാറുകൾ എന്നിവ മുതൽ ബ്രസീലിന്റെ അപ്സ്ട്രീം മേഖലയിൽ $3.5 ബില്യൺ മൂല്യമുള്ള ഇന്ത്യൻ നിക്ഷേപങ്ങൾ വരെ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. ഇത് ബ്രസീലിനെ സൗത്ത് അമേരിക്കയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതാണെന്നാണ് ബ്രസീൽ വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയതാണ് ജെറാൾഡോ ആൽക്മിൻ. ശുദ്ധമായ ഊർജ്ജ പരിവർത്തനത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ജൈവ ഇന്ധനങ്ങളുടെയും എഥനോൾ മിശ്രിതത്തിന്റെയും മേഖലയിലെ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും ചർച്ചകളിൽ ഉൾപ്പെട്ടിരുന്നു. ആഗോളതലത്തിൽ സുസ്ഥിര ജൈവ ഇന്ധനങ്ങളുടെ വികസനവും സ്വീകാര്യതയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആഗോള ജൈവ ഇന്ധന സഖ്യത്തിന്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യയും ബ്രസീലും ഇപ്പോഴും നേതൃപരമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US ചൈന സംഘർഷം ആഗോള സാമ്പത്തിക വളർച്ചയ്ക്ക് അപകടമെന്ന് IMF. ഏഷ്യ പസഫിക് മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തമെന്നും റിപ്പോർട്ട് വേറിട്ട് നിൽക്കുന്നുവെന്നും IMF. US-ഉം ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങൾ ആഗോളതലത്തിൽ അപകട സാധ്യതയുണ്ടാക്കുന്നതായി അന്താരാഷ്ട്ര നാണയനിധി ഫണ്ടിന്റെ ഏഷ്യ പസഫിക് വകുപ്പ് ഡയറക്ടർ കൃഷ്ണ ശ്രീനിവാസൻ പറഞ്ഞു. US തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്ന ചൈനീസ് കപ്പലുകൾക്ക് ഉയർന്ന താരിഫ് നടപ്പിലാക്കിയതോടെ പിരിമുറുക്കം പൊട്ടിപ്പുറപ്പെട്ടു. അപൂർവ ഭൂമിയിലും മറ്റു നിർണായക വസ്തുക്കളിലും കർശനമായ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സമാനമായ നടപടികളിലൂടെ ചൈനയും പ്രതികരിച്ചു. കൂടുതൽ താരിഫുകളിലും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളിലും ഈ അപകട സാധ്യതകൾ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ വളർച്ച 0.3 പോയിന്റ് കുറയുമെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. US താരിഫുകളുടെ ആഘാതം സഹിക്കുകയും ഉയർന്ന നയപരമായ അനിശ്ചിതത്വം അഭിമുഖീകരിക്കുകയും ചെയ്തിട്ടും ഏഷ്യ പസഫിക് മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നു. എന്നിരുന്നാലും വ്യാപാര പിരിമുറുക്കങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് IMF ആശങ്കാകുലരാണെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. 2024 4.6% നിന്ന് ഈ വർഷം ഏഷ്യയുടെ സാമ്പത്തിക വളർച്ച 4.5% കുറയുമെന്ന് IMF പ്രതീക്ഷിക്കുന്നു. അടുത്ത വർഷം വളർച്ച 4.1% കുറയുമെന്നാണ് പ്രവചനം. ശക്തമായ കയറ്റുമതി, സാങ്കേതിക കുതിച്ചുചാട്ടം, അനുകൂലമായ സാമ്പത്തിക സാഹചര്യങ്ങളാൽ സുഗമമായ മാക്രോ ഇക്കണോമിക് നയങ്ങൾ എന്നിവയാണ് ഏഷ്യൻ വളർച്ചയെ പിന്തുണയ്ക്കുന്ന 3 ഘടകങ്ങളെന്ന് ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടാറ്റ ടെക്നോളജീസിന്റെ അറ്റാദായം 5% വർദ്ധിച്ച് 166 കോടിയായി. രണ്ടാം പാദ വരുമാനം 2% വർദ്ധിച്ചു. രണ്ടാം പാദത്തിൽ ടാറ്റ ടെക്നോളജീസ് 165.5 കോടി രൂപയുടെ അറ്റാദായം റിപ്പോർട്ട് ചെയ്തു. 2025 സാമ്പത്തിക വർഷത്തിലെ ഇതേ പാദത്തിൽ റിപ്പോർട്ട് ചെയ്ത 157.41 കോടി രൂപയുടെ അറ്റാദായത്തിൽ നിന്ന് 5%-ലധികം വർധനവാണിത്. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ടാറ്റ ഗ്രൂപ്പ് കമ്പനിയുടെ വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ 2%-ലധികം വർദ്ധിച്ച് 1323.33 കോടി രൂപയായി. അവലോകന പാദത്തിൽ ചെലവുകൾ 5% വർദ്ധിച്ച് 1150.97 കോടി രൂപയായി.
ടാറ്റ ടെക്കിന്റെ LTM കൊഴിഞ്ഞുപോകൽ നിരക്ക് 15.1%. പാദത്തിന്റെ അവസാനത്തിൽ 12,402 ജീവനക്കാരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് ശക്തമായ പുരോഗതിയുടെ പാദമായിരുന്നുവെന്ന് രണ്ടാം പാദത്തിൽ കമ്പനിയുടെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ടാറ്റ ടെക് സിഇഒയും MDയുമായ വാറൻ ഹാരിസ് പറഞ്ഞു. ഞങ്ങൾ വളർച്ചയിലേക്ക് തിരിച്ചുവന്നു, മാർജിൻ അച്ചടക്കം പാലിച്ചു, യൂറോപ്പിൽ ഞങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തി, അദ്ദേഹം പറഞ്ഞു. മൂന്നാം പാദത്തിൽ ശക്തമായ ഉൽപ്പന്ന നിര, മെച്ചപ്പെട്ട ഡിമാൻഡ് ട്രെൻഡുകൾ, തുടർച്ചയായ പ്രവർത്തന മികവ് എന്നിവയുടെ പിന്തുണയോടെ ശക്തമായി തിരിച്ചുവരാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിലെത്തി. ഗ്രാമിന് 305 രൂപയും പവന് 2440 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 12,170 രൂപയും പവന് 97,360 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 245 രൂപ കൂടി 10,005 രൂപയിലാണ് വ്യാപാരം. അതേസമയം വെള്ളി വിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 196 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വർണം കുതിപ്പ് തുടരുന്നു. വില 1.5 ലക്ഷത്തിലേക്ക് എത്തുമെന്ന് റിപ്പോർട്ട്. ആഗോള താരിഫുകൾ വളർന്നുവരുന്ന വിപണികൾക്ക് വെല്ലുവിളി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ വേറിട്ടു നിൽക്കുന്നുവെന്നും IMF. വ്യാപാര ഊർജ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ബ്രസീലും. ഹർദീപ് സിംഗ് പുരി ബ്രസീൽ വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. US ചൈന സംഘർഷം ആഗോള സാമ്പത്തിക വളർച്ചയ്ക്ക് അപകടമെന്ന് IMF. ഏഷ്യ പസഫിക് മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തമെന്നും റിപ്പോർട്ട്. ടാറ്റ ടെക്നോളജീസിന്റെ അറ്റാദായം 5% വർദ്ധിച്ച് 166 കോടിയായി. രണ്ടാം പാദ വരുമാനം 2% വർദ്ധിച്ചു. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.